ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുലർച്ചെ 7 സമയത്ത് പുറപ്പെട്ടു. പോണ വഴിയിൽ ഒരു പാടത്ത് കുറേ താറാവുകൂട്ടങ്ങളെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, അച്ഛൻ്റെ ചേച്ചി, അതായത് ഞങ്ങൾക്ക് അമ്മായാണല്ലോ. അപ്പോൾ ശീലമ്മായും മോഹനും മാമനും കൂടിയിട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം അമ്പലത്തിലെത്തി ഗൈസ്. ഇതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാനായിട്ട്. ആ ഫ്രണ്ടിലത്തെ കവാടം തന്നെ നല്ല ഭംഗിയാണ്. ഇതിലെ കൊത്തുപണികളെല്ലാം നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഗേറ്റ് എപ്പോഴാണ് തുറക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പിന്നെ അതും കൂടാതെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയാണ് ഉണ്ടായിരുന്നത്. സ്വർണം പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിൽ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഡാൻസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ അമ്പലം മുഴുവൻ സ്വർണത്തിൻ്റെ നിറമുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അമ്പലത്തിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് വിഷ്ണുമായ സ്വാമിയാണ്. അതും കൂടാതെ തന്നെ വിഷ്ണുമായയുടെ കുറേ കഥകളൊക്കെ അതിങ്ങനെ കൊത്തുപണിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു 3D ഫീലാണ് വരുന്നത്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തു. അതും കൂടാതെ അമ്പലത്തിൻ്റെ അപ്പുറത്തെ വീടാണോ അമ്പലമാണോ എന്നറിയില്ല, അവിടെ പ്രതിമയുടെ ആനയൊക്കെ ഉണ്ട്. ശരിക്കും അത് ഒറിജിനലാണെന്ന് തോന്നും. ചെവി വെക്കാൻ അങ്ങനെ ഉണ്ട് അതിൻ്റെ. അങ്ങോട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, അവിടെ ക്ലീനിങ് ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്പലത്തിലത്തെ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു, തൊഴുതു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ആക്ടർ, സിനിമ നടനും നടിമാരൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോസും അവിടെ ഉണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാ സിനിമ നടിമാരും പിന്നെ അതും കൂടെ തന്നെ ഗായകരും ഇവിടെ വന്നിട്ടുണ്ട്. സ്വർണത്തിൻ്റെ തിളക്കം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അത് കാണാൻ. എല്ലാ സൈഡിലും സ്വർണത്തിൻ്റെ നിറമുള്ളത് കൊണ്ട് തന്നെ നല്ല തിളക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതും കൂടാതെ ഗൈസ് സൈഡിൽ അഷ്ടലക്ഷ്മികളെയും വെച്ചിട്ടുണ്ട്. ദേവസ്ഥാനത്തിൻ്റെ മുകളിൽ നമ്മുടെ ശിവൻ്റെ പാലാഴി കടഞ്ഞെടുക്കുന്ന ആ ഒരു രംഗം അവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമായിരുന്നു. ശരിക്കൊരു 3D ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ഓപ്പോസിറ്റിലായിട്ടുള്ള ഒരു അമ്പലത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ശിവൻ്റെയും പാർവതിയുടെയും വിഷ്ണുമായുടെയും വലിയൊരു ശില്പം അവിടെ വെച്ചിട്ടുണ്ട്. ചുറ്റും പിച്ചളയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രഭാവലയും അവിടെ വെച്ചിട്ടുണ്ട്. എന്തു ഭംഗിയാലേ കാണാൻ. പിന്നെ ഗൈസ് ഗണപതി ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിൻ്റെ ഓരോ ശില്പങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് കുറച്ച് റീൽസ് എടുത്തു. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ വേറൊരു അമ്പലം കണ്ടു. അത് ദേവസ്ഥാനത്തിൻ്റെ വേറൊരു ഭാഗമായിരുന്നു. ചോദിച്ചപ്പോൾ അതും അമ്പലമാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിരനിരയായിട്ട് കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോ പോസുകളിലായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറാൻ തീരുമാനിച്ചു. നല്ല വെയിലായിരുന്നു ഗൈസ്, കാലൊക്കെ പൊള്ളിപ്പോവും ഗൈസ്. ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ എന്ത് ചൂടാണെന്നറിയോ, കാലൊക്കെ പൊള്ളിപ്പോയിണ്ടായിരുന്നു. അപ്പം ഇതാണ് ഗൈസ് പുറത്തെ വ്യൂ. ഇനി നമുക്ക് അകത്തെ വ്യൂ കാണാം. അകത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ ഇതുപോലെ തന്നെ പ്രതിമകൾ 2 സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഓരോ പോസുകൾ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഇടയിലൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഞങ്ങൾ മസാല ദോശ, ചേച്ചിക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ട് മസാല ദോശയും ബാക്കി എല്ലാവർക്കും ഒരു റോസ്റ്റ് വീതമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും സംസാരിച്ചിട്ട് മെല്ലെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗായ്സ് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.